എന്താ ഭയങ്കര തിരക്കിലാണല്ലോ സാർ. അങ്ങോട്ട് നാട്ടിലോട്ട് പോവാണ്. ഏത് നാട്ടിലോട്ട്? കേരളത്തിലോട്ട്. നമ്മള് ഇന്നാണ് നമുക്ക് ഷിപ്പ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടുന്ന് 1.5-2 മാസം ഞങ്ങൾ ഇവിടെ നിന്നു. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. അപ്പം അതിന്റെ തിരക്ക്, പൈസ കൊടുക്കൽ, അതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ അച്ചാറൊക്കെ നമുക്കിവിടെ ഗസ്റ്റ് വന്നിട്ടുണ്ട്, അവർക്ക് കൊണ്ടുപോകാനുള്ളത് നമ്മൾ പാക്ക് ചെയ്യുവാണ്. പിന്നെ ഇത് നമുക്കാണ്. എന്താണെന്ന് കാണിക്കും. ഏൽപ്പിച്ചവർക്ക് മാത്രമേ ഗൈസ് വാങ്ങിയുള്ളൂ. കുറെ പേര് കിട്ടിയില്ല. അത് ഭയങ്കര ഉണ്ടാക്കുന്നത് കുറവാണ് ഇവിടെ. തേങ്ങയല്ലേ, അപ്പൊ ഉണ്ടാക്കി വെക്കില്ല. നമ്മൾ പറഞ്ഞപ്പോൾ കുറെ പേർക്ക് ഉണ്ടാക്കുന്നതിന് കൂട്ടത്തില് കട്ടിയും കിട്ടാത്തത്, ഇവിടുത്തെ കട്ടി വെച്ച് ഉണ്ടാക്കുന്നേ. അപ്പം നമ്മള് കൊണ്ടുവരണേ പാത്തു പറഞ്ഞവർക്ക് നമ്മൾ വാങ്ങുന്നുണ്ട്. പിന്നെ മാസുണ്ട്, അത് 2 പേര് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുക്കാനും നമുക്ക് ഓൾറെഡി അമ്മച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഹിരു വാങ്ങിപ്പോ ഇവിടുത്തെ ഏറ്റവും തിരക്കുള്ളതാണ്. വേറെ ആർക്കും ഇത്രയും തിരക്കില്ല. ഫിറു ഓടി വന്ന് ഫുഡ് കഴിക്കുന്നു. എനിക്ക് അത് കൊണ്ടുകൊടുക്കാൻ പോകണം അല്ലേ? എടാ നീ ഇതല്ലേ ഇടുന്നത്? അപ്പൊ ബാക്കിയെല്ലാം ഞാൻ പാക്ക് ചെയ്യുവാണേ. ഷർട്ട് ഏതായിരുന്നേ? അത് ആ ടീഷർട്ട് ഇട്ടോ. ഓക്കെ, അപ്പം ബാക്കിയെല്ലാം പാക്ക് ചെയ്യും. ഏകദേശം എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്യാമറ മൂവ്മെന്റ്സ് ആയാണ് ഗൈസ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവള് കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇനി കൈഡ് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ കുറെ വെള്ളത്തിലുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ കൊടുക്കാനുണ്ട്. ഇതില്ലേ സെമി കൊണ്ടുവന്നതാണ്. ട്യൂണയുടെ നമ്മൾ കറി വെക്കുമ്പോൾ ഇടുന്നതാണ്. ട്യൂണ ക്യാൻ. ട്യൂണ എന്താണെന്ന് മനസ്സിലായില്ല. ക്യാനി ട്യൂണ ഫ്ലേക്സ് ആണ്. ഈ സൺഫ്ലവർ ഓയിലാണ്. ഇത് ഫ്ലേക്സ് ആണ് അല്ലേ? ലക്ഷദ്വീപ് പ്രൊഡക്ട്സ്, മിനിക്കോയ് ദ്വീപിലെയാണ്. ഇതാണ് മിനിക്കോയ് ലാംഗ്വേജ്. ഇത് പതുക്കെ കാണിക്കും. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. കടലക്കപ്പം, അതായത് പീനട്ട് കുക്കീസ്, ബിസ്ക്കറ്റ് അപ്പം, ഷീപ്പപ്പം എന്നൊക്കെ പറയും. അത് ഷീപ്പപ്പം. റയർ പീസ്. ആന്ധ്രയിലത്തെ സ്പെഷ്യൽ സാധനം. ഫൊരി കട്ടി അച്ചാറ്. മാസ് നേരത്തെ എടുത്തായിരുന്നു. ഇത് നമുക്കുള്ള മാസം. നമ്മളില്ലേ ഇന്ന് രാവിലെ ഫിറു മൊയ്തീൻ പള്ളി പോയ സമയത്ത് അവർക്ക് മീര കിട്ടി. അതായത് നമ്മൾ കട്ടിയൊക്കെ ഉണ്ടാക്കുന്ന തെങ്ങിന് എടുക്കുന്ന ഇതില്ലേ, എന്താണ് ഇത് ശരിക്കും? തെങ്ങിന് മീര. അപ്പം അതെനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാണ്. ഇതിന് പിന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. അത്രക്ക് മതി. അത്രക്കെ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും കൊടുക്കണം. എല്ലാവർക്കും കൊടുക്കന്നെയാണ്. എങ്ങനെയുണ്ട്? ഇതിന്റെ മണം പോലല്ല ഗൈസ്. മണം ഒരു സുഖമില്ല. നമ്മുടെ ഇളനീരില്ലേ, ഇളനീരിനൊരു ചുവ എവിടെയോ ഉണ്ട്. ഇളനീരിനൊരു ചുവയുണ്ട്. അതന്നെ, ഇത് തെങ്ങിന്റെ പൂങ്കുലയിന്നാണ് എടുക്കുന്നത്. കുടിച്ചോ? ആദ്യായിട്ടാ അത് കത്തിയേ അങ്ങനെ അവനും കൂടിയേ ഇവിടെ അടിയായി. അല്ലേ എത്രയും പറ്റില്ലാത്ത നാക്കൊടിയോ? അത് രാവിലെ അത് സായി
എത്ര കാലത്തിന് ശേഷം കുടിക്കടേ? ഞങ്ങൾ കടുംബത്തിന് ഇഷ്ടം പോലെ കുടിച്ചു. ജായ്ക്കയിലിട്ട് എപ്പോഴും കുടിക്കണേ കാലക്കുടി കൊണ്ട നാമീര കുടിപ്പാൻ വേണ്ടിക്ക് മാത്രം പോണ്ട. ലോ ഇത് തുപ്പലതാ ഉള്ളത്. കൂടണ്ടാ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ടേസ്റ്റ് ആണ് ഗൈസ്. ആരോണ്ടാ കട്ടിശാലോണ്ടാ മധുരം ഉണ്ടില്ല എന്നെ ഇത് എന്നെ എന്നെ സാധനം തന്നെ കുടിയില്ല നീര കുടിയില്ല നീര കുടിയില്ലെന്ന ഓട്ടെ നമ്മൾ പോവാണ് ഇതെല്ലാം റെഡി ആയിക്കോട്ടെ. വേഗം വണ്ടി കാത്തോണ്ട് ഇങ്ങനെ പുറപ്പെട്. കയ്യും പറ്റുന്ന റെഡിയാ നീ റെഡിയാ. ഓ നിങ്ങൾ എടുത്തുമ്പോഴാ കഴിച്ചു മതി. ടിക്കറ്റ് ഓടിയോ? ടിക്കറ്റ് ഇല്ലാതാണോ പോണ്ടേ? ടിക്കറ്റ് ഇല്ലാതെ പോണ്ടേ? ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് ഉണ്ട്. ആ ഏതില്ല ദാദാ ആ ഓക്കെ ഓക്കെ. അപ്പൊ കുറെ നേരത്തെ വിളിച്ചിട്ടാണ്. ആ ഇല്ല അങ്ങനായില്ല നമ്മടക്കില്ല ശരിക്കില്ല ഇവിടക്ക്. വലിയ ബോട്ടിലേ കയറുള്ളൂ. സ്കൈ ബോട്ട് നോക്കിയിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഇതാണ് അങ്കിൾ. നല്ല തിരക്കാണ്.
വളയിലൂടിയേ വളയിലൂടിയേ. ഹലോ സാർ. നിറച്ചു ആൾക്കാരാണ് ഇവിടെ. AC ഇല്ല, അതുകൊണ്ട് എല്ലാരും മുകളിൽ വന്ന് നടക്കും. നമ്മളിവിടെ ആയിരുന്നു ഇരിക്കാറുണ്ടായിരുന്നേ. ഇവിടെ പല സ്ഥലത്ത് ഇരുന്നിട്ടുണ്ട്, സൈഡിൽ ഇരുന്നിട്ടുണ്ട്. സൈഡിലായിരുന്നു ഇരിക്കാറുണ്ടായിരുന്നത്. കൽപ്പേനി നിങ്ങൾ കാണുന്നുണ്ടോ? ദൂരെ ദൂരെ അതേ ലൈറ്റ് ഹൗസ് കാണോ? ആ ലൈറ്റ് ഹൗസ് ആണ്. നമ്മൾ കുറേ നേരം ഷിപ്പിന്റെ മുകളിലിരുന്നു. കേൾക്കാവോ? അറിയില്ല. ലൈറ്റ് ഉണ്ട്. ഇനി നമ്മൾ കിടന്ന് ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഇവിടെ മറ്റേ എങ്ങനെയാ ഓടി എന്റെ തലയില്ല ഗൈസ്. വേണ്ടല്ല ഗൈസ്. പഴയ ടിപ്പു സുൽത്താൻ്റെ ഓർമ്മ വരുന്നുണ്ട് ഗൈസ്. മുമ്പ് ടിപ്പു സുൽത്താനിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. മുകളിൽ വന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അവിടെ കിടക്കും. എന്താ അവസ്ഥ? കാലം മാറിയ മാറ്റേ. ഇപ്പോഴും പഴയ പോലെ അല്ല, ഒരു മാറ്റമില്ല ഗൈസ്. പാത്തു പോയി ഗൈസ്. പോകുന്നു ഗൈസ്, പോകുന്നു ഗൈസ്, അകത്തോട്ട് പോകുന്നു ഗൈസ്. പഠിച്ചവനെ വിളിച്ചോണ്ട് പോവാണ് പാത്തു. ഫിറു റെസ്റ്റ്. താളക്ക് 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 താളക്കോട്ട്. ഗൈസ് മാറി ഗൈസ്, എക്സ്ചേഞ്ച് ആയി ഗൈസ്. ഫിറു ചത്ത് 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 ചത്ത്. ഉറങ്ങാൻ പോവാണ് ഗൈസ്. ഫിറു ഞങ്ങൾ ഒരു സീറ്റിലാണ് അപ്പം ഇങ്ങനെ കിടക്കാറില്ല. ഞാനും വെച്ച് പണ്ട് കിടക്കുമ്പോൾ ഒരാളിങ്ങനെ